ഹലോ, വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷവും നന്ദിയും സ്നേഹവും ഒക്കെ എനിക്ക് അറിയിക്കാനാണ്. കാരണം നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ വിശ്വാസമാണ്. സോ അതിനെല്ലാറ്റിനും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുവാണ്. അപ്പം ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നോളേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതിലും കൂടുതൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്നത്തെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ വീഡിയോസിലും ഞാൻ ഒരേ ഒരു കാര്യമായിരിക്കും എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? നിങ്ങൾക്കും അതറിയാം. കാരണം ഒരേ ഒരു കാര്യം, വേറെ ഒന്നുമല്ല, സ്കിൻ കെയറിൻ്റെ കാര്യം അല്ലേ. സ്കിൻ കെയർ അല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സ്കിൻ കെയർ ചെയ്യൂ. എന്തുകൊണ്ടാണെന്നറിയില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മൾ ഓക്കെ ആക്കി വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എല്ലായ്പ്പോഴും എല്ലാ വീഡിയോസിലും നിങ്ങൾ കേട്ട് ചിലപ്പോൾ മടുത്തിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എന്നിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് എവിടെ എത്ര ദൂരെ യാത്ര ചെയ്താലും ശരി, എവിടെ പോയിട്ട് വന്നാലും ശരി, എത്ര ടയർഡായിട്ട് വന്നാലും ശരി, എനിക്ക് സ്കിൻ കെയർ ചെയ്യാതെ നൈറ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഫുഡ് കഴിച്ചില്ലെങ്കിലും ശരി, സ്കിൻ കെയർ മസ്റ്റാണ്. അപ്പോൾ അത്രയും നമ്മൾ ഇഷ്ടത്തോടു കൂടി, പാഷനോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അത്രയും ഞാൻ അങ്ങനെ എന്താ പറയുക, ആ ഒരു ഇഷ്ടമാണ് എനിക്ക് നിങ്ങളിലേക്ക് അത് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കരുത്. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറഞ്ഞ് ഒത്തിരി വെറുപ്പിച്ച് കാണുമെന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, അത് എനിക്കിഷ്ടം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ മനസ്സിലാക്കുക. നമുക്കെല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് നമ്മളെപ്പോഴും നല്ല ഭംഗിയായിരിക്കണം, എപ്പോഴും എങ്ങായിരിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ. നമ്മളുടെ ഭംഗി എന്നുള്ളത് ഓക്കെ, നമുക്ക് നോക്കുമ്പോൾ ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു ഫീൽ മതി. അത് ആരും നമ്മളങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, എനിക്ക് എന്നെ കാണുമ്പോൾ ഞാൻ ഓക്കെ ആണെന്നുള്ളൊരു തോന്നൽ, അത് ഭയങ്കര ഒരു കോൺഫിഡൻസാണ് നമുക്ക് തരുന്നത്. അപ്പം കാരണം ഫസ്റ്റ് വേണ്ടത് ഈ ലോകത്ത് നമുക്ക് ആര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് വരേണ്ടത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരേണ്ടത് അതിനെങ്ങനെയായിരിക്കണം, നമുക്ക് നമ്മളെ കാണുമ്പോൾ തോന്നണം ഞാൻ ബെറ്ററാണ്, ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നണം അല്ലേ. എന്നാലേ നമുക്കത് ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടത് നമ്മൾ ഓക്കെ ആയിട്ട് ഇരിക്കുക ഫസ്റ്റ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. നമ്മളെപ്പോഴും നമ്മളുടെ സ്കിന്ന്, ഹെയർ, നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നത് അത്രയും അത്യാവശ്യം എന്നുള്ളതല്ല, ആവശ്യമാണ്. അപ്പോൾ അത് ആവശ്യവും അത്യാവശ്യം ഒക്കെ ആയിട്ട് എടുക്കാം. കാരണം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്താ പറയുക, നമ്മുടെ ശരീരത്തിനെ നോക്കുക എന്നുള്ളത് അത് നമ്മളുടെ ആവശ്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിലുപരി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഏജ് കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു 40s, ഇപ്പോൾ ഞാൻ ഒരുപാട് പേര് നമ്മൾ പേഴ്സണൽ ഗൈഡൻസിലൂടെയൊക്കെ കാണുന്നുണ്ട്. അതിലെല്ലാവരുടെയും ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒരു 40 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 35 to 40 ഒക്കെ എത്തുമ്പോൾ പതുക്കെ ഡാർക്ക് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് പിഗ്മെൻറ്റേഷൻ, ഡ്രൈനെസ്, ഇതിലേക്കാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്കിന്നിന് പ്രോപ്പർ ഹൈഡ്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യൂ എന്ന് പറയുന്നത്. സ്കിൻ കെയർ എന്ന് വെച്ചാൽ എന്താണ്? സ്കിന്നിനെ കെയർ ചെയ്യുക അല്ലേ. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സ്കിന്നിന് ആവശ്യം എന്താ? നമുക്ക് എപ്പോഴും മോയ്സ്ചർ ചെയ്തിരിക്കണം, ഈർപ്പം വേണം, നനവ് വേണം, എന്നാലാണ് നമ്മളെപ്പോഴും ഗ്ലോ ആയിട്ടും എങ്ങായിട്ടും ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ്, നമ്മൾ ഈ സ്കിൻ കെയറിലൂടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ക്ലീനിങ് ആണ് നടക്കുക. ആദ്യം CTM, ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ, ഇതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ക്ലീനിങ് ആണ് നമ്മുടെ ഫേസിൽ നടക്കുന്നത്. അതിന് ശേഷം അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽസ് എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ പോർട്സ് എല്ലാം ഓപ്പൺ ആയിട്ട് വരും. ആ സമയത്ത് അതിനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടോൺ ചെയ്ത് കൊടുക്കുക. ദെൻ അതിന് ശേഷം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിലും നമുക്ക് എന്താ പറയുക, സൺ പ്രൊട്ടക്ഷൻ നിർബന്ധമാണ്. SPF അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് 4 കാര്യങ്ങൾ, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, ഇത് മസ്റ്റാണ്. ഇതില്ലാതെ
നമുക്കൊന്നുമില്ല, നമ്മുടെ സ്കിന്നിന് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ 3 നേരം ഫുഡ് കൊടുക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ടയർഡാണെങ്കിലും ശരി, പുറത്ത് പോയിട്ട് വന്നാൽ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് സ്കിന്നിൽ ഭയങ്കര കരുവാളിച്ചിരിക്കുന്നു, പുറത്ത് പോയിട്ട് വന്ന് ഭയങ്കര ഒരു എന്താ പറയുക ടാനൊക്കെ അടിച്ചിരിക്കും, അങ്ങനത്തെ ഫീലൊന്നും വരത്തില്ല. നമ്മളതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നൈറ്റ് റൂട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. എത്ര വയ്യെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നില്ല അല്ലേ, അതുപോലെ തന്നെ നമുക്ക് എത്ര വയ്യ എന്ന് തോന്നിയാലും നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ എത്ര ടയേർഡായാലും നമ്മൾ സ്കിൻ കെയർ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, ദെൻ നമ്മൾ ഏതെങ്കിലും സിറം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക, ദെൻ മോയ്സ്ചർ ചെയ്യുക. അപ്പോൾ ഈ ഒരു റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുക. ദെൻ നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നം വരത്തില്ല. ഞാൻ പറയുന്നത് ഒരു ഡാർക്ക് സ്പോട്ട് പോലും ഉണ്ടാകത്തില്ല, അത്രയും ക്ലിയറാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല ഡോക്ടേഴ്സിനെ കാണുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും. സോ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം നമ്മൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് എന്താണോ ആവശ്യം അത് മാത്രം കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്താണ് എടുത്തത്, അപ്പം ജസ്റ്റ് ഒന്ന് ഇന്നും പുറത്ത് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു, നല്ല ലൈറ്റും ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ, ഞാൻ ഇവിടെ വെച്ചൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ശബ്ദം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നൈറ്റ് കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക. ഒരു 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മോർണിംഗ് റൊട്ടീനും നൈറ്റ് റൊട്ടീനൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. 40s പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല, അത് അത്രയും കമ്പൽസറി ആണ്. നിങ്ങളത് എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ 40 വയസ്സാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മളൊരു 40s നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായാലും അതൊന്ന് ക്ലിയർ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 30s ആകുമ്പോഴേക്കും നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ നമ്മൾ സ്കിൻ കെയർ തുടങ്ങിയല്ലോ, അപ്പോൾ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പോൾ 40s എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ സ്കിന്നിൽ മാക്സിമം മോയ്സ്ചർ കുറഞ്ഞിട്ടുണ്ടാവും, കൊളോജിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മുടെ സെൽസൊക്കെ ഡാമേജ് സംഭവിച്ച് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസൊക്കെ വരുന്ന ഒരു ടൈമും കൂടിയാണ് 40s എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ നമുക്ക് സ്കിന്നിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ പതുക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താൽ പതുക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ ഇതൊന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 30 വയസ്സ് മുതൽ നിർബന്ധമായിട്ടും സ്കിൻ കെയർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അത്രയും ഗ്യാരൻറ്റി പറയുകയാണ് കേട്ടോ, ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിന് ഒരു രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാവില്ല. പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അൺഈവൺ, ഡ്രൈനെസ്. നമ്മളിപ്പോൾ തോന്നും എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ചില ആൾക്കാർ പറയും മാം എനിക്ക് ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നില്ല, എൻ്റെ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയുന്നത് സ്പോട്ടിലല്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 30-35 വയസ്സിൽ മുതൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന, ഇപ്പോൾ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നവർ, പൗഡർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അത് ഒത്തിരി പേരെന്നല്ല, മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ സ്കിന്നിന് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് 40s 40 വയസ്സ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ശരിക്കും അറിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, പലർക്കും സ്കിൻ കെയർ എന്താണെന്നുള്ളത് അറിയാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ സ്കിന്നിന് കെയർ ചെയ്യേണ്ടത്, എന്ത് പ്രൊഡക്റ്റാണ് കാരണം മാർക്കറ്റിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ രീതിയിലെ പ്രൊഡക്റ്റുകൾ കാണുന്നത് കൊണ്ട് തന്നെ എന്ത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടും പലവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് സ്കിന്നിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്കിൻ കെയർ കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ 3 മാസത്തെ സ്കിൻ കെയറിൻ്റെ ഗൈഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കതിന് ഫീസൊക്കെ വരുന്നുണ്ട്, 5000 ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാം. അതിൽ 3 കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിലൂടെ നമ്മളുടെ സ്കിന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു തന്നുകൊണ്ട്
നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതല്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയെങ്കിലും മടി കൂടാതെ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സായി നിൽക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മളുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമാണ് സ്കിൻ കെയറിൻ്റെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ഇന്നത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാതെ ഇരിക്കരുത്. നിർബന്ധമായിട്ടും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളത് ചെയ്തേ പറ്റൂ കേട്ടോ. നമുക്ക് വേണ്ടി പിന്നീട് എനിക്ക് അയ്യോ ഞാൻ നമ്മളെത്രയോ പൈസ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അല്ലേ. പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ ഭയങ്കര മടിയാണ്. എസ്പെഷ്യലി ലേഡീസിന് കുറച്ച് ഭയങ്കര മടിയാണ് പൈസ കളയാനും. അയ്യോ പൈസ കളയുകയാണെന്നുള്ള ചിന്ത, എന്നിട്ട് കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകളിലും അവിടെ ഇവിടെയൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ എപ്പോഴും നമ്മൾ ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റും. കാരണം നമ്മൾ അങ്ങനെ ഇരുന്നാൽ തന്നെ നമ്മൾ ഭയങ്കര ബോൾഡാവും. നമുക്ക് എന്തും നമ്മൾ ഓക്കെ ആണെന്നുള്ളൊരു ഫീല് നമ്മളുടെയൊക്കെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനേയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പല ലേഡീസും ഒരു ടൈം കഴിയുമ്പോൾ ഭയങ്കര 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, അത് നമ്മളെ കാണുമ്പോൾ നമുക്ക് തന്നെ എന്നെ കൊണ്ടൊന്നിനും പറ്റൂല, ഞാൻ ഓക്കെ അല്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ നമ്മൾ ഓക്കെ ആണെന്നുള്ളൊരു ഫീൽ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മാറും. അങ്ങനത്തെ പല രീതിയിൽ അസുഖങ്ങൾ പോലും നമ്മളെ വിട്ട് ഓടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നാൽപ്പാമരതി മിൽക്ക് ക്ലെൻസർ വൻ വിജയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും പേരിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നു. മേടിച്ച എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ കമൻസൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഞാൻ മാജിക് ഓയിൽ എന്നാണ് പറയുന്നത്, അത് മാജിക് തന്നെയാണ്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നമുക്കൊരു പ്രൊഡക്റ്റ് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരണം എന്നുള്ളത്. ഒരുപാട് നാളത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ്. അപ്പോൾ അത്രയും സക്സസ്ഫുള്ളായിട്ട് പ്രൊഡക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 850 രൂപയാണ് നമുക്കതിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളുടെ കൂടെ നിന്ന് എല്ലാവർക്കും എന്താ പറയുക, ഒത്തിരി നന്ദിയും സ്നേഹവും ഒക്കെ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ബോറടിച്ചില്ലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്താ പറയുക, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.